ബിഗ് ബോസ് മലയാളം സീസൺ 6 വൈൽഡ് കാർഡ് എൻട്രികൾ വരുന്നു എന്നറിഞ്ഞപ്പോൾ അതിൽ അഭിഷേക് ശ്രീകുമാറിനെയും അഭിഷേക് ജയദീപിനെയും ഒന്നിച്ചു കണ്ടപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യമാണ്, അടികൾ ഇനി പൊട്ടാൻ കിടക്കുന്നതേ ഉള്ളൂ. ബിഗ് ബോസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഉള്ളിലുള്ള കണ്ടസ്റ്റൻസിനായിട്ട് കൊണ്ടുവന്നതല്ല ഈ വൈൽഡ് കാർഡുകളെ, അവരെ തമ്മിലടിപ്പിക്കാൻ തന്നെയാണ്. അതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് അഭിഷേക് ജയദീപും അഭിഷേക് ശ്രീകുമാറും ഒന്നിച്ചു വന്നിരിക്കുന്നത്. കണ്ടസ്റ്റൻസ് ആയിട്ടായിരിക്കില്ല ഇനി ഇവർ ഗെയിം കളിക്കാൻ പോകുന്നത്, നേരിട്ടായിരിക്കും ഈ കേറുന്ന വൈൽഡ് കാർഡുകൾ നേരിട്ടായിരിക്കും ഇനി ഗെയിം കളിക്കാൻ പോകുന്നത്. ഉറപ്പായ കാര്യം തന്നെയാണ്. നമുക്ക് അതിലേക്ക് കടക്കാം. അഭിഷേക് ശ്രീകുമാർ എന്ന് പറയുന്നത് പുള്ളിയുടെ പണ്ടത്തെ ഇൻസ്റ്റാ പ്രൊഫൈലൊക്കെ കണ്ടവർക്ക് അറിയാം. അതിനകത്ത് ഒരുപാടധികം വീഡിയോസ് LGBTQ എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റിക്കെതിരായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ഏതൊരു സ്ഥലത്തും ഏതൊരു ഇന്റർവ്യൂ ചെയ്താലും ഏതൊരു വീഡിയോ ചെയ്താലും വളരെ ശക്തമായിട്ട് LGBTQ എന്ന് പറഞ്ഞ ഈ ഒരു കമ്മ്യൂണിറ്റി എതിർക്കുന്ന ഒരു വ്യക്തിയാണ് അഭിഷേക് ശ്രീകുമാർ എന്ന് പറയുന്നത്. ഇപ്പൊ പുള്ളിയുടെ പണ്ടത്തെ ഇൻസ്റ്റാ ഐഡിയ ഒക്കെ എന്തോ ഹാക്ക് ചെയ്താട്ടെ പോയി. ഈ ഒരു സമയത്ത് പുള്ളി പുതിയൊരു ഐഡിയ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിലും ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഏറ്റവും ശക്തമായിട്ട് ഈ ഒരു കമ്മ്യൂണിറ്റി എതിർക്കുന്ന ഒരു വ്യക്തിയാണ് അഭിഷേക് ശ്രീകുമാർ എന്ന് പറയുന്നത്. പിന്നീട് അഭിഷേക് ജയദീപിന്റെ കാര്യം എടുത്ത് നോക്കിയാൽ അദ്ദേഹം ഒരു ഗേ ആണ്. മിസ്റ്റർ ഗേ പട്ടമൊക്കെ 2023 കിട്ടിയ ഒരു വ്യക്തിയാണ്. ഏതൊരു സ്ഥലത്തും തന്റെ കമ്മ്യൂണിറ്റിയെ എങ്ങനെയൊക്കെ പൊക്കി പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിനെ എങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ പറ്റുമോ, എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ, ആ തരത്തിലെല്ലാം തന്റെ ജീവൻ കൊടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അഭിഷേക് ജയദീപ് എന്ന് പറയുന്നത്. പുള്ളിയുടെ പ്രൊഫൈലിൽ കയറി നോക്കിയാൽ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം. വളരെ ശക്തമായിട്ട് LGBTQ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അഭിഷേക് ജയദീപ്. ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് ഒരു കുടക്കീഴിൽ വരാൻ പോകുന്നത്. കളികൾ ഇനി കണ്ടു തന്നെ അറിയേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ഉള്ളിലുള്ള കണ്ടസ്റ്റൻസിനെ പറയുകയാണെങ്കിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് ഗബ്രിക്കെതിരായിട്ടും ജാസ്മിനെതിരായിട്ടും ജിൻഡോനെതിരായിട്ടും ഗെയിം കളിക്കാനായിട്ട് ഇവരെ കൊണ്ട് സാധിക്കുമെന്ന്. ഇവരൊന്നും വേണ്ട. അവർക്ക് ഗബ്രിക്കും ജാസ്മിനും എന്ത് സപ്പോർട്ടേഴ്സ് ആണ് പുറത്തുള്ളത്. ഇപ്പൊ ജാസ്മിൻ ഒരു യൂട്യൂബർ ആയതുകൊണ്ടും ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ളതുകൊണ്ടും നോമിനേഷനിൽ വന്നു നിന്നാൽ രക്ഷപ്പെട്ടു പോകും. അല്ലാതെ അവരെ തോപ്പിച്ച് കളിക്കേണ്ട കാര്യമൊന്നും ഇവർക്കില്ല. അത്രമാത്രം വലിയ സപ്പോർട്ടേഴ്സ് ഒന്നും ജാസ്മിൻ ഇല്ല. ഈ ഗബ്രി ആയിക്കോട്ടെ നോമിനേഷനിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും അവസാനമാണ് കിടക്കുന്നത്. തട്ടിയും മുട്ടിയും കയറി പോകുന്നുള്ള ഒരു സെറ്റപ്പേ ഇവർക്കുള്ളൂ. പിന്നെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. ഇപ്പൊ ബിഗ് ബോസിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മിക്ക കോണ്ടന്റുകളും ക്രിയേറ്റ് ചെയ്യുന്ന വ്യക്തികളാണ് ഈ പറഞ്ഞ നമ്മുടെ ഗബ്രിയും ജാസ്മിനും. പിന്നെ ജിൻഡോന് അത്യാവശ്യത്തിന് സപ്പോർട്ടേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നീട് ജിൻഡോൻ അക്ഷരസ്ഫുടത ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ പറയുന്നില്ല, ടോക്കിംഗ് സ്കിൽ ഇല്ല. ഇപ്പൊ പൊതുവെ മറ്റുള്ള കണ്ടസ്റ്റൻസ് എന്നെ എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു നിൽക്കാനായിട്ടുള്ള ടോക്കിംഗ് സെൻസ് എന്തായാലും ജിൻഡോക്കില്ല. പക്ഷെ ജിൻഡോ ലൂപ്പ് ഹോളുകൾ കണ്ടുപിടിച്ച് വ്യൂവേഴ്സിന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ചില സന്ദർഭങ്ങളിൽ വാവിട്ട വാക്ക് നമുക്ക് അടിയായി തീരുമല്ലോ, അത്തരത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടാകും. അതിനുള്ള പണിഷ്മെന്റ് ആണ് ഇന്നലെ ലാലേട്ടൻ കൊടുത്തത്. ഇനി എന്തായാലും അതൊക്കെ മാറുമെന്ന് തോന്നുന്നു. ഇപ്പോ അഭിഷേക് ജയദീപിന്റെയും അഭിഷേക് ശ്രീകുമാറിന്റെയും കാര്യത്തിൽ നമുക്ക് കാണാം, വേണമെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ കേറിയിട്ട് അന്ന് തന്നെ അടിപൊട്ടിയാലും വലിയ കാര്യമായിട്ട് നമുക്ക് സർപ്രൈസ് ആവാനായിട്ട് ഒന്നുമില്ല. ബിഗ് ബോസ് തീരുമാനിച്ചുറപ്പിച്ച് കയറ്റിയതാണ് ഒരു രണ്ടുപേരെയും. അല്ലെങ്കിൽ ഈ രണ്ടുപേരെ ഒന്നിച്ച് വൈൽഡ് കാർഡുകളായിട്ട് കേറ്റില്ല അഭിഷേക് ശ്രീകുമാറും അഭിഷേക് ജയദീപും. ഒരാൾ കമ്മ്യൂണിറ്റിയെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന, ജീവൻ കൊടുത്തും ആ ഒരു കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി, മറ്റൊരാൾ ഏതൊരു സ്ഥലത്ത് ചെന്നാലും അതിനെ LGBTQ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയെ എതിർത്ത് ഇല്ലാണ്ടാക്കുന്ന രീതിയിലുള്ള വർത്താനം പറയുന്ന ഒരാളാണ് അഭിഷേക് ശ്രീകുമാർ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഇവരെങ്ങനെയായിരിക്കും ഗെയിം കളിക്കാൻ പോകുന്നത്. എന്തായാലും ഒന്നിച്ചു നിന്നൊരു ഗെയിം ഇവരുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകില്ല. എന്തായാലും നമുക്ക് നോക്കാം, കളികൾ മാറും, പുതുപുത്തൻ അടികൾ പൊട്ടും. സീസൺ 6 എന്തായാലും മാറ്റിപ്പിടിക്കും. ടാഗ് ലൈൻ പോലെ മാറ്റിപ്പിടിച്ച് തന്നെയാണ് എത്തുന്നത്. ആ ഒരു മാറ്റിപ്പിടിക്കലിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു 6 വൈൽഡ് കാർഡിന്റെ കൂട്ടത്തിൽ ഇവരെ രണ്ടുപേരെയും ഒന്നിച്ച് കയറ്റുന്നത്. നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്